ഫ്രണ്ട്സ് പെട്ടിട്ടില്ലേ ഈറ്റങ്ങളപ്പുറം കയറിയിട്ട് പെട്ട് ഇത് എടുത്തനിതോ അങ്ങോട്ട് നോക്കിയിട്ട് നടക്കുന്നുണ്ടോ? പയങ്ങാടി തന്നോട് പറഞ്ഞ് കാര്യത്തിലുണ്ട് വിളിക്കുന്നു. എന്നിട്ട് എത്തി നോക്കുന്ന പയങ്ങാടി തന്നോട് പറഞ്ഞ് വാ ഒരു സ്ഥലം വരെ പോകാലോ. ആ വണ്ടി ഞാൻ കയറി ഇരുന്നത് എനിക്ക് ഓർമ്മയില്ല. ഈ രണ്ടെണ്ണം കൂടിയിട്ടുണ്ടല്ലോ എന്നെ. ഇതിപ്പോൾ എവിടെ സ്ഥലം എന്നറിയാ? ഇതേ സ്ഥലം കാനങ്ങാട്. കണ്ടാ കാനങ്ങാട് എത്തിയത്. കാനങ്ങാട് ഓ എങ്ങായിരുന്നു ഓഫൊക്കെ ചെങ്ങായിനെ കൊണ്ട് ഞാൻ വിചാരിച്ചു ബാറ്ററി. ഞാൻ പറഞ്ഞാ എനക്ക് 1-2 സാധനങ്ങൾ എടുക്കാനുണ്ട്. ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വിട്. വീട്ടിൽ കേട്ടിട്ടില്ല. ഇത്രയും നേരം ഞാൻ ബാക്കിലിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പെട്രോൾ പമ്പിൽ നിർത്തിയോണ്ട് ഈനടുത്ത് ബാക്കിലിട്ട് ബാറ്ററി വിളിക്കണം. ഞാൻ പുറത്തിരിക്കാം. എന്തിനാ പോകുന്നെന്ന് അറിയില്ല. എറണാകുളം എല്ലാടെ മംഗലാപുരോ ഏതോ നേരത്തിൽ ഞാൻ അറിയാ കേറുന്ന് പറഞ്ഞാൽ ഞാൻ പോയി അറിയാണ്ട് ബാക്കിൽ കയറി പോയി. പുറത്തങ്ങനെ ഞാൻ ഡോറ് വീടുണ്ടല്ലോ. ഇനി ബാക്കിൽ ഡോറില്ല. എടാ ബാടാ ഇപ്പൊ ഇങ്ങെത്തിയ എനിക്ക് ബസ്സിന് പോകാനും കഴിയില്ല. എടാ ഒന്നനങ്ങാണ്ട് ആ പണിക്കാരെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. എടാ ബാടാ കൊറേ എണ്ണം പോവാന്നാ. ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ എവിടെത്തിയറിയാ? മംഗലാപുരം പോവാണ്ട് നേരെ കാസർഗോഡ് അന്നെ കാണുന്നുണ്ട്. കാസർഗോഡ് പള്ളിക്കര ബീച്ചില്ലേ? പള്ളിക്കര ബീച്ചിൽ ഇവിടെ പൈസ വേണോ? പള്ളിക്കര ബീച്ചിലേക്ക് എത്തി. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫെസ്റ്റിന് പാട്ടോടെ വന്നില്ല. പ്രോഗ്രാം ചെയ്യാൻ വന്നില്ല. ഇവിടെ എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം തന്നെയാ ന്യൂ ഇയറിന് കേട്ടോ. ന്യൂ ഇയറിൻ്റെ സമയത്ത് ന്യൂ ഇയറിൻ്റെ ദിവസം എല്ലാം തോന്നുന്നു കേട്ടോ. അതിൻ്റെ അടുപ്പിച്ച് ഏതൊരു ദിവസം ഇവിടെ എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവിടെ ഗാനം ഉണ്ടായിരുന്നു. ബേക്കൽ ബീച്ച് പാർക്ക്. ബേക്കൽ ബീച്ച് പാർക്ക്. ഇയാൾ പാർക്കിങ് എത്ര? 150 താറ് വർക്ക് ചെയ്യാനാ? 120 ശരി കേട്ടോ. എന്താ പറയുന്നത്? ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന ടിക്കറ്റ് തന്നെ കേട്ടോ. പാർക്കിങ്ങിൻ്റെ അല്ല. 3 ആൾക്കുള്ള പൈസ. 3 ആൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ 120 രൂപ. അപ്പം എത്ര പൈസ ഒരാൾക്ക്? ഒരാൾക്ക് 40 രൂപ അതിൻ്റെ ഉള്ളിൽ കയറാൻ. അതിനിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. മഴ പൊടിയുന്നുണ്ട്. മഴ ലൈറ്റ് ഓഫ് ആക്കി. ഇവിടെ ആൾക്കാരൊന്നുമില്ല. മഴ പെയ്യുന്നോണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാരെല്ലാം കുറവാന്ന്. ആരുമില്ല. എന്താക്കുന്നത്? 120 പോയി. അയാളോട് തിരികെ തരാമെന്ന് വെച്ചാൽ ഏതായാലും വന്നാലും ഇറങ്ങുക. ആടെ എന്തെങ്കിലും അവിടെ ഇതെല്ലാം ഉണ്ട്. ഷോപ്പിലുണ്ട്. ആടെല്ലാം കയറിയിട്ട് നോക്കിയിട്ട് പോവാം. വേറെ വഴിയൊന്നുമില്ല. കയറിയിട്ട് എന്തോ ആൾക്കാരുണ്ടോ എന്തെങ്കിലും പരിപാടിയെല്ലാം ഉണ്ടോ നോക്കിയിട്ട് എനിക്ക് ഇവിടെ അതിൻ്റെ പൈസ കൊടുത്താൽ പോരാങ്ങായി. ഏതോ ഒരു കുലാമലേക്ക് കയറ്റുന്നുണ്ട്. എന്താ പരിപാടി? അതെല്ലാം ഇറങ്ങാൻ വന്നല്ലേ. ആടാ ഇറങ്ങാടാ. ശരിട്ടാ. ഗുഡ് നൈറ്റ്. ഇവിടെ മഴ പെയ്യുന്നു. മഴ പൊടിയുന്നതാ. കുറച്ച് വണ്ടിയുണ്ട്. ഒരു 3-4 വണ്ടിയുണ്ട്. കണ്ടാ മഴ പെയ്യുന്നു. ഇതാ കുറച്ച് കാറുണ്ട്. ആടുകളെല്ലാം കുറച്ച് കാറുണ്ട്. കണ്ടോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ട് കുറച്ച് കാറുണ്ട്. പിന്നെ നമ്മളെ വണ്ടിയുണ്ട്. കുറച്ച് കാറ് ജീപ്പും കാറെല്ലാം ആയിട്ടുണ്ട്. എന്താ അവസ്ഥ അല്ല ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താ അവസ്ഥ? ഞാൻ കഴിഞ്ഞൊല്ലം വന്നേന്ന്. കഴിഞ്ഞൊല്ലല്ല ഈ ന്യൂ ഇയറിൻ്റെ ടൈമിന്. അടുത്ത ന്യൂ ഇയർ ആവാനായില്ല. ഒരു കൊല്ലം ആവാനായി. എന്താ അവസ്ഥ നോക്കട്ടെ. എന്തോ ഉണ്ടാ ഇവിടെ? എന്തിനാണ് നമ്മൾ ഇവിടെ അതിൻ്റെ ഉള്ളിൽ കയറി? നോക്കട്ടെ ഇവിടെ എന്താ അവസ്ഥ നോക്കട്ടെ കേട്ടോ. അവസ്ഥ എന്താ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. മഴ പെയ്യുന്നുണ്ട്. ഇതാ ഒരു ഇങ്ങനത്തെ എന്ത് സംഭവം കാണുന്നുണ്ട്. ഒരു ചന്തി എന്തോ ഉള്ളിലെന്തെങ്കിലും ഉണ്ടോ നോക്കാം. ബേക്കൽ ഫോർട്ടിൻ്റെ എൻട്രൻസ് ഇരുട്ടേ കയറി നോക്കലെന്നെ. ഈറ്റിങ്ങളെപ്പരെ കയറി. എടാ കുടയെടുത്തിനാ? കുടയെടുത്തിനാ? കുട എടുത്തില്ല. ഓനെ പിന്നെ കുടയും ഉണ്ടാവില്ല. ഇതാ മൊയ്ത് വെച്ച മുമ്പിൽ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഈറ്റിങ്ങളെയും കൊണ്ട് വന്നിട്ട് നടക്കുന്നില്ല. 2 എണ്ണം എല്ല് കണക്കന്നെ. ഇതെന്താ അവസ്ഥ? ഇത് ഏടത്തേക്ക് എന്തിനീ പോകുന്നെന്ന് അറിയില്ല. ഇങ്ങനെ പോകുന്നു. ഇതെന്താ സംഭവം? സ്റ്റുഡിയോ സൂമാക്സ്
സ്റ്റുഡിയോ സെറ്റപ്പ് ഇങ്ങനെ നടക്കലെന്നെ. എന്തിനാ ഇവിടത്തേക്കാ പോകുന്നത്, എന്തിനാ പോകുന്നതെന്ന് അറിയില്ല. ഇവിടെ എന്തെല്ലോ ഉണ്ട് കേട്ടോ. ആ ഇരിക്കേണ്ട സംഭവം ഉണ്ട് കേട്ടോ. നൈറ്റിൽ ഇങ്ങനെ ഇരിക്കേണ്ട സംഭവം ഉണ്ട്. ആംബിയൻസ് അടിപൊളിയാ കേട്ടോ. അവിടെ 40 രൂപയ്ക്ക് നല്ല തന്നെയാടാ, കാണാനുണ്ടാ. പിള്ളേരെയും കൂട്ടി വന്നാൽ കളിക്കണ്ടലുണ്ട്. ഇത് അങ്ങ് അവിടെ കളിക്കണ്ടലുണ്ട്, ഊഞ്ഞാലുണ്ട്, കറങ്ങണ്ടുണ്ട്, തിരിയണ്ടുണ്ട്, കളിക്കണ്ടുണ്ട്, എല്ലാം ഉണ്ട്. പിള്ളേരെല്ലാം കൂട്ടി വരുന്നുണ്ടെങ്കിൽ നല്ല തന്നെ കേട്ടോ. മൊയ്ത് ഓളെയും കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വന്നോ, നല്ലതാണ്. ഇവിടുന്ന് കളിക്കേണ്ട സ്ഥലമുണ്ട്. കുട്ടികളെ ഇളക്കി വിടാം. കേൾക്കുന്നുണ്ടാ? മൊയ്തുവിൻ്റെ ഓള് കേൾക്കാൻ വേണ്ടിക്കാന്ന് നാളെ തന്നെ കൂട്ടിയിട്ട് വന്നോ, മൊയ്തുവിനെയും കൂട്ടിയിട്ട്. ഓക്കെ. ആ കുമിക്കുന്ന സൗണ്ടെല്ലാം ഉണ്ട് ഇവിടെ. സൗണ്ടില്ല അവിടെ ആണ് സംഭവം. ഫൺമാനിയ ഇവിടെ പിള്ളേർക്ക് കളിക്കേണ്ട സാധനം ഉണ്ടോ. എന്താ ഇവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ടോ, എന്താ സംഭവം അല്ല. ഇത് എപ്പോൾ ഇങ്ങനെ തന്നെ ആണ്. അടി ഇവനെ ഈ ട്രെയിനിൽ കയറ്റി വിട്ടേ, ട്രെയിനിൽ കയറ്റി വിട്ടാ. കുമിക്കുന്ന സൗണ്ട് ഉണ്ട്, കുമിക്കുന്നത്. അവിടെ എന്താ സംഭവം നോക്കട്ടെ. അവിടെ ആകാശത്തൊട്ടിലുണ്ട്. അവിടെ ഇവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ടോ ആകാശത്തൊട്ടില്. അമ്മപ്പാ നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ. അവസ്ഥ എന്താ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഈറ്റിങ് എന്തെല്ലോ കാണാൻ പോണ അവസ്ഥ നോക്കട്ടെ. അവിടെയും കൂടെ എന്തോ സംഭവം ഉണ്ട്. ഗെയിമിൻ്റെ തോന്നുന്നല്ലേ, അല്ല ഫുഡ് കോർട്ടാ അല്ല ഗെയിമിൻ്റെ. ആ ഗെയിം സോണ് ആകാശത്തൊട്ടിലോ. പിന്നെ ഇടയ്ക്ക് കയറ്റി വിട്ടോ. ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് ഉണ്ടാവില്ലോ. ഓഫാക്കിയിട്ടുള്ള ഗെയിമിൻ്റെ ഉള്ളിൽ കയറി. പാരഷൂട്ട് വേണം പോയി. പാരഷൂട്ട് എവിടെ? പാരഷൂട്ടില്ലേ? പാരഷൂട്ടില്ല. ഗെയിമുണ്ട്, ഗെയിം എന്തെല്ലോ ഗെയിമുണ്ട് കേട്ടോ. ഗെയിം ഇതിലതിന് പാരഷൂട്ട് വേണം പോലും. പറക്കുന്ന പാരഷൂട്ട് വേണം പോലും. ഇതെന്താ സംഭവമാണോ? അവിടെ ഫുൾ കീ ചെയിനല്ല. കീ ചെയിൻ ഇതെന്താ സംഭവം? ഫ്രീയാ? അവിടെ ഫ്രീ പോകും. എന്നാലും ഇപ്പം വേണ്ടോ? അവിടെ എനിക്ക് പാരഷൂട്ട് ഹെലികോപ്റ്റർ മതിയാടാ. ഇവനെ ഹെലികോപ്റ്റർ ഇതോ, ഹെലികോപ്റ്റർ അവിടെ ഹെലികോപ്റ്റർ ഉണ്ടോ? പാരഷൂട്ട് തന്നെ വേണോ? ഹെലികോപ്റ്റർ ആക്കിയാലോ? ഹെലികോപ്റ്റർ. അടുത്തതായി നേക്ക് നോക്കല്. ആ ശരി, നേക്ക് നോക്കല്. തോക്കുണ്ട്, അമ്പുണ്ട്. അടിയടാ എവിടെ കൊള്ളണ്ടോ? ബലൂൺ തന്നെയാണോ? നോക്കിയടാ. മറ്റേ അടിയോടാ. ഉണ്ട് കിട്ടിട്ടില്ല. ഉണ്ടിടണത്ര. ഉണ്ട് കിട്ടാനല്ലേ ഇത് വിടല്. ബലൂണോ? അവിടെ 4 ബലൂണുണ്ടോ? അവിടെ 4 ബലൂണുണ്ട്. മൂത്തടിക്കോ? ഇതല്ലേ ക്വസ്റ്റ്യൻ. അവിടെ വെക്കാൻ വിട്. അടിച്ചോ? അതെങ്ങനെ കിട്ടുന്നില്ല. ഇത് എത്ര എടുത്തിന്? 3 2 പൂശിപ്പോയി. അടുത്തൊരു തന്നെ പൂശിട്ടുണ്ട്. ഓൻ്റെ 2 പോയി കൊണ്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ല. 2 പോയി. ലേസർ ഉണ്ടോ? ലേസർ ഉണ്ടോ? പിസ്റ്റൺ ഉണ്ടോ? പിസ്റ്റൺ അവൻ പോയി പോ. ആ ഒന്ന് പൊട്ടിയേട്ടാ. ഒരു പേരോട് പൊട്ടിച്ച് കറക്റ്റ് കേട്ടാ. ഇപ്പം കാണിച്ചേ അടുത്ത പൊട്ടിക്കുന്നത് ഞാൻ എടുക്കണമല്ലോ. പിന്നെ ആ അത് പൊട്ടി. ആ ചുമര് പൊട്ടി. ആ ബലൂൺ പൊട്ടി. ഏടാ രണ്ടാള് പൊട്ടിച്ച്. അത് കൈയിട്ട് ഏടാ മക്കളെ കുറച്ച് കയറ്റി കൊടുത്തതാണ്. ആ 3 പൊട്ടി. മൊയ്ത് പൊടിച്ച്. മൊയ്ത് അടുത്തേം പൊടിച്ച്. ഇതാ അടുത്ത പൊടിക്കുന്ന എൻ്റെ മോനെ 4ാമത്തെ. ആ ബ്ലൂ മാത്രമേ ബാക്കിയുള്ളൂ അടിയിൽ. കണ്ടോ? അടുത്ത മൊയ്ത് അതും കൂടെ പൊടിച്ചടാ.
ഇതിനകത്ത് ഒന്ന് പഠിച്ച് മതി 2 പഠിച്ചത് 3-ാമത്തെ ഇല്ലടാ പോയിടാ ടൈമൊന്നും പോയി അത് പൊട്ടൂലേ ആ ബ്ലൂ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം പൊട്ടീന് അടിച്ചോ ഇല്ല പോയി കൈമൊന്നും പോയി ചുമര് പൊട്ടി പോയി ഞാൻ പറഞ്ഞില്ലേ അത് പോയി ഇനി എത്ര ഉണ്ടോ 4 ആ ബലൂൺ ഒന്നും ബാക്കിയുണ്ട് അവിടെ വേഗം പൊട്ടിയടാ വിശക്കുന്നു പോയിടാ പോവാനാ വാ 2 കൂടെ ഉണ്ടല്ലോ ഇല്ല 2 കൂടെ ഉണ്ട് മക്കളെ എല്ലും പൊടിച്ച് 4 ബലൂണ് 4 പൊടിച്ച് അടുത്ത കെട്ടാൻ കരുതാ പൊന്തിച്ചോടാ ചെക്കരുതാണോ ചെക്കൻ പൊന്തിച്ച് അതാ 4 ബലൂണ് ഉണ്ടായിനി 4 പൊടിച്ച് ചെറിയതാടാ ഈ സൈസിലാണ് ബലൂണ് കണ്ട ഈ സൈസിലാണ് ബലൂണ് പൊടിച്ച് 4 നമ്മളെ 2 പുള്ളറ് കണ്ണൂരിന്നേ വന്നിട്ട് പൊടിച്ചിരിക്കുകയാണ് അടിക്കുന്ന ഉണ്ട ഇതാന്ന് ഉണ്ട കണ്ട ഉണ്ട ഇത് വെച്ചിട്ടാണ് അടി കേട്ടോ ഇത് വെച്ചിട്ടാണ് അടിക്കുന്നത് ഞങ്ങൾ അവിടെ 4 ബലൂണ് കഴിഞ്ഞു ഈ ഉണ്ട വെച്ചിട്ട് ഈ ഒരു ഉണ്ടയും കൂടെ ബാക്കിയില്ലൂ ഇവിടുത്തെ ചുമരിന് ആടിയോട് അടിച്ച് കളണക്കല്ല അവളുടെ കാര്യം പറഞ്ഞാൽ ഒറ്റ ഉണ്ടേ ബാക്കിയില്ല കുറേ ബലൂണ് വിൽക്കുന്നുണ്ട് അടിപൊളിയാ 3 മതി 1 പൊട്ടി എടാ ചെക്കനാണോ നീ തമാശ കൊള്ളാൻ കേട്ടെ അറിയടാ ലാസ്റ്റ് ഉണ്ടാന്നേ കളനക്കല്ല 3 ബലൂണ്ട് ഞാൻ പോയെന്ന് അടിയുന്നില്ലടാ മിഥുനമോൻ അടിച്ചിരിക്കുന്നതാണ് പോവാ കമോൺ പോകെ നടക്കൂലപ്പാ നടക്കൂല 4 പൊടിച്ചിനെ 4 ബലൂണ് പൊടിച്ചിനെയൊക്കെ അല്ല പിള്ളേർ എന്തെങ്കിലും വേണ്ടി മക്കളെ അവിടെ നിന്ന് ഇറങ്ങി ആകാശത്തൊട്ടിലുണ്ടോ വേക്കിലിതാ ആകാശത്തൊട്ടിൽ ആരുടെ അതിനെടുക്കുവേ ഇതിനമ്മ മുളകജിനെടുത്ത് മുളകജി വേണം ആക്കിയതുണ്ടാമോ മിഥുരാജ് ഇപ്പം വീണ് പിറങ്ങിനി ഞാൻ അറിയാണ്ട് ഉന്തിപ്പോയി 1 ലക്ഷം രൂപ 1,10,000 മഴ പെയ്ത് ഫുൾ ചടപ്പായി ഇടാലോ അതൊക്കെ അടിപൊളിയാ കണ്ടോ അടിപൊളി സംഭവമാണ് ചെടിയെല്ലാം വെച്ച് കണ്ടോ എല്ലാം അടിപൊളിയാ അടിപൊളിയാ പക്ഷെ മഴ പെയ്യുമ്പോഴത്തേക്ക് ചടപ്പായി ആളെല്ലാം പോയി ഇത് ശരിക്കും മരോടാ ഇത് കല്ലാ ഇത് കല്ല് സിമെന്റ് കോൺക്രീറ്റ് കല്ലും തിരിയുന്നില്ല മരവും തിരിയുന്നില്ല എന്തെന്നറ എനിക്ക് മോശമില്ല കേട്ടോ ഇത് മഴയില്ലെങ്കിൽ ഇവിടെ സൂപ്പറാ മഴയത്ത് ചടപ്പായി പകലടിപൊളിയായിരിക്കും വൈകിട്ട് അടിപൊളിയായിരിക്കും അല്ലേ വൈകിട്ട് അടിപൊളിയായിരിക്കും അല്ലേ വൈകിട്ട് അടിപൊളിയായിരിക്കും അടിപൊളി രാത്രി ഇങ്ങനെയാണെങ്കിൽ വൈകിട്ട് അടിപൊളി അല്ലേ ഫാമിലീസ് എല്ലായിട്ട് വന്നതിനാ അടിച്ചു പൊളിക്കാം അല്ലേ ഫാമിലീസ് എല്ലായിട്ട് വന്നതിനാ അടിച്ചു പൊളിക്കാം പള്ളിക്കര വെച്ച് ഓക്കെ പോയെന്ന് മതിയായി ഈറ്റിങ്ങളപ്പുറം വരുമ്പോൾ തന്നെ തോന്നി മഴയായോണ്ടാന്ന് ഇതെല്ലാം അടിപൊളിയാ ഞാൻ കഴിഞ്ഞല്ലോ പാട്ടോടാൻ വന്നേ ന്യൂ ഇയറിൻ്റെ സമയത്ത് പ്രോഗ്രാമിന് വന്നതാ ന്യൂ ഇയറിന് അടുപ്പിച്ചിട്ട് ഏതൊരു ദിവസം എൻ്റെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അടുപ്പിച്ചേതൊരു ദിവസം ഒരു ദിവസം എൻ്റെ ഗാനവിളിയായിരുന്നു ഞാനും വേറൊരാളും ഒരു ഫീമെയിലും നമ്മൾ 3 ആളും നമ്മ പോയാന്ന് ആടാ നമ്മ പോയാട്ടാ ബാക്കിൽ എടാ എനിക്ക് ശരിയാവില്ല എനിക്ക് മുമ്പിൽ ശരിയല്ല ബാക്കിൽ ശരിയാവില്ല വേണ്ട ഊതാൻ എനിക്ക് ബാക്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് എനിക്ക് ബാക്കിൽ ശരിയാവില്ല ഇത് ബാക്കിൽ കയറിക്കണ്ട ഞാൻ ബാക്കിലാക്കി പോവാം അങ്ങനെ വേണം പോവാ ശരി ഇവിടെ എന്തോ ആക്സിഡന്റ് സ്റ്റേറ്റ് ബസ്സിന് എന്താ സംഭവം ഞാനൊക്കെ ഇറങ്ങി നോക്കട്ടെ ഞാൻ എന്തോ ഒരു സംഭവം ഉണ്ട് ഇവിടെ എന്തോ ആയിട്ടുണ്ട്
ഒരു സംഭവം KSRTC ബസ് ഓട്ടോ ബൈക്ക് പോട്ട് ശരിയാ KSRTC ബസ്സിൻ്റെ ഡ്രൈവർ സംഭവം സെറ്റ് ആട്ടോ ഡ്രൈവർ സെറ്റ് കണ്ടോ ഡ്രൈവർ നിർത്തി ഓട്ടോക്കാരെ തെറ്റാ അത് ഓട്ടോക്കാരൻ പോലെ ആയി കഴിഞ്ഞു ആ ഓട്ടോക്കാരനെ തെറ്റാന്ന് പോലും പക്ഷെ എന്നാലും KSRTC ബസ്സിലെ ഡ്രൈവർ നിർത്തിയില്ലേ ചവിട്ടിയില്ലേ അതാണ് കേറാ ആ ബൈക്ക് സംഭവിച്ച ആ ബൈക്ക് ആ ഓട്ടോക്കാരനെ കൊണ്ട് ആ ബൈക്ക് ബസ്സിൻ്റെ ഓട്ടോൻ്റെ ഇടയിലായി പോയി കുടുങ്ങിപ്പോയി ചെരിഞ്ഞു പോയി പിന്നെ അനങ്ങുന്നില്ല ജാമായി അതാ സംഭവം അതുകൊണ്ട് ആ ബസ് ഡ്രൈവർ KSRTC ബസ് ഡ്രൈവർ ചവിട്ടിയോണ്ട് ഉണ്ട് ആ ഡ്രൈവർ പറയുന്നത് കണ്ടിനാൽ ചവിട്ടാണ്ടിക്കാൻ കഴിയുമോ കാനങ്ങാട് ഫുള്ള് മഴയാ നല്ല മഴയാ ഗ്ലാസ് പൊക്കിക്കോടാ എവിടെയാന്ന് പൊക്കിയാടാ നല്ല മഴ അടിപൊളി മഴ അതിനിടയ്ക്ക് നല്ല മഴ പെയ്തു അവനാ പോയി വണ്ടി കയറിയിരുന്നത് ഫ്രണ്ട്സേ ഇതോടെ എത്തിയറിയാ നീലേശ്വരം തന്നെയാ എൻ്റെ മക്കളെ റോഡ് കംപ്ലീറ്റ് ഇത് ഞാനും എടുത്തൂടാ ലൈറ്റ് ഇട്ടേ മൊയ്തുവിനല്ല ലൈറ്റ് പോയത് ഇവിടെ ലൈറ്റ് ഉണ്ടോ ഫ്രണ്ടിൽ ലൈറ്റ് ഇല്ലാത്ത വണ്ടി എൻ്റെ മക്കളെ റോഡ് നോക്കി ഇതെന്താണ് ഇതേടെ സ്ഥലം അറിയാ നീലേശ്വരം നോക്കിയ റോഡ് കണ്ടോ നീലേശ്വരം എന്നെ തോന്നുന്നു നീലേശ്വരം തന്നെ റോഡെല്ലാം ഫുൾ വെള്ളം കംപ്ലീറ്റ് വെള്ളപ്പൊക്കം വളരെ അബദ്ധം കേട്ടോ റോഡെല്ലാം വളരെ അബദ്ധം എങ്ങനെയല്ലോ തോയനോയിന് പോയെന്ന് എടാ പാട്ടോപ്പാക്കടാ തോയനോയിന് പോയെന്ന് കേട്ടോ വെള്ളം ചീറിയക്കണോ ഗ്ലാസ് താത്തിട്ടാണ് ഗ്ലാസ് താക്കടാന്നാ അയ്യോ അങ്ങനെ നമ്മൾ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നും വരും അടുത്ത വെള്ളം വരും അപ്പം കാണിച്ചു തരാം കേട്ടോ